ഈ എക്സാലോജിക് പണമിടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സ്വന്തം മൊഴി തന്നെ കുരുക്കാകുന്നു. അതായത് സേവനം നൽകിയിട്ടില്ലെന്നായിരുന്നു വീണയുടെ മൊഴി. സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ മൊഴി. SFIO കുറ്റപത്രത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ അന്തിമ കുറ്റപത്രം വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് SFIO കൈമാറി. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു പണിയെടുക്കാതെ പണം വാങ്ങിയത്. എങ്ങനെ കാണുന്നു ഈ വിഷയം? വളരെ നേരത്തെ നമ്മുടെ സമൂഹം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്ന ഒരു തീർപ്പെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകള് ഒരു പണിയുമെടുക്കാതെ പണം വാങ്ങിയെന്നാണ്. എന്നുവെച്ചാൽ പണിയെടുക്കാതെ പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ നോക്കുകൂലി വാങ്ങി എന്നാണ് നമ്മുടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. CPM സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. അവരുടെ സംഘടനയിലൊക്കെ അല്ല, CPM പ്രത്യേകിച്ച് CIT പോലെയുള്ള ആയിട്ടുള്ള സംഘടനകൾ പല ഘട്ടങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ല. അവിടെ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അവരതിന് നഷ്ടപരിഹാരം പോലെ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു ന്യായം അവർ ഭാഗത്തുണ്ട്, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പലതരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരമായിട്ട് അദ്ദേഹത്തിനുള്ള പാരിതോഷികം മകളുടെ പേരിലേക്ക് കൈമാറി മകളുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നതാണല്ലോ പൊതുവായിട്ട് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും. എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ എന്നത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിക്ക് പണം വാങ്ങാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമായി മുഖ്യമന്ത്രിയുടെ മകൾ മാറിയിരിക്കുന്നത്. വീണ വിജയൻ അങ്ങനെയാണ് പ്രതിയാകുന്നത് എന്നാണ് ഇന്നത്തെ ചർച്ച. അതുകൊണ്ടാണ് പ്രതിപക്ഷവും മറ്റെല്ലാവരും മുഖ്യമന്ത്രി രാജിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധാർമ്മികമായി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. പക്ഷേ കോടതിയുടെ മുന്നിൽ വരുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നുള്ളതിൽ ഇപ്പോഴും എനിക്കും അതുപോലെ മറ്റ് പലർക്കും സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വിഷയം എന്താണ്? SFIO എന്ന് പറയുന്നത് നമുക്കറിയാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് നടത്തുന്ന നിഗമനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാർത്തകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ വന്ന് കോടതിയിലത് വാദം കേട്ട് തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. നമുക്ക് പക്ഷേ കൃത്യമായിട്ട് അറിയാം ഇത് കൈക്കൂലി പണമാണ് എന്നുള്ള കാര്യത്തിൽ. അതിലാർക്കും തർക്കമൊന്നുമില്ല ശരിക്കും പറഞ്ഞ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിച്ച് അവരെ ജയിലിലാക്കുന്ന പ്രക്രിയ നടക്കുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ ജയിലിൽ പോയാൽ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പിതാവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ത് ചെയ്യേണ്ടി വരും? ജയിലിലേക്ക് തന്നെ പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോവുകയോ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നടക്കുക എന്നുള്ളതാണ് കേരളം ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യം. അത് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് പല ഘട്ടങ്ങളിലും തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ളതായിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രൊസീജിയറിൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു കമ്പനി ഒരു ജോലി ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു, അതിന് മറ്റേ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ കമ്പനി ആ ജോലി പൂർത്തീകരിച്ചു, അതിന് അവരെന്ത് ചെയ്യുന്നു? പ്രതിഫലം വാങ്ങും. ഇതാണ് അവരുടെ വാദം. അതാണ് അവരങ്ങനെയുള്ള വാദം മുന്നോട്ട് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ പ്രതി ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കുറവല്ലേ? അതല്ലേ സംഭവിക്കാനായിട്ട് പോകുന്നത്? അതാണ് വിഷയം. പക്ഷേ ഈ ഇടക്കിടക്ക് ചോർത്തി തരുന്നൊരു വാർത്തയാണ്. അതല്ലാണ്ട് അതിൽ ഒരു പ്രത്യേകതയുമില്ല. കാരണം SFIOയുടെ വാർത്ത മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? SIO മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ചോർത്തി കൊടുത്ത് ഈ വാർത്ത വന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്ത് വളരെ ആഹ്ലാദിച്ച് ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ പിടിച്ച് ജയിലിലിടും എന്നൊക്കെ നമ്മൾ കരുതുകയും നമ്മൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാണ് മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. കാരണം വെച്ചാൽ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനമായിട്ട് പറയുകയാണ്, ഒരു പണിയുമെടുക്കാതെയാണ് ഞാൻ കാശ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന മൊഴി ആണ് ഇപ്പോൾ ചോർത്തിക്കിട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വാസ്തവം ശരിയായിട്ടുള്ള രീതിയിൽ തെളിയിക്കപ്പെടേണ്ട കോടതിയിലാണ്. കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടിൻ്റെ പ്രൂഫ് തെളിവുകൾ വെച്ച് വാദിച്ച് ഇവർ കുറ്റവാളിയാണ് എന്ന് കണ്ടാൽ ഇവരെ ശിക്ഷിക്കും. അതുവരെ നമ്മളുടെ ഈ അഭ്യൂഹങ്ങളും ഊഹങ്ങളും മാത്രമാണ് ജീവൻ വെച്ച് സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ പ്രശ്നം നമുക്കറിയാം, ഇത് അഴിമതിയാണെന്നുള്ള, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ അഴിമതിക്ക് അവർ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ഇങ്ങനെയുള്ള ഇടപാടുകൾ പങ്കെടുക്കാൻ പാടില്ല. പങ്കെടുത്താൽ അത് എന്തിനെന്നുള്ള ചോദ്യം ഉയരും. അത് അഴിമതിക്ക് വേണ്ടിയൊന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും.
ഇതറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ. അവർക്കത് അറിയാൻ പാടില്ല തോന്നല്ല. അപ്പോൾ അവർ സൗകര്യപൂർവ്വം പണം പറ്റുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് എവിടെ കള്ളപ്പണമൊന്നുമില്ല, ഇത് വെളുത്ത പണമാണ്. കാരണം എന്ന് വെച്ചാൽ കമ്പനി കൊടുത്തിരിക്കുന്ന പണം ഇവരുടെ അക്കൗണ്ടിലേക്കാണ്. ഒരു കമ്പനിയിൽ നിന്ന് ഒരാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന പണം എന്ന് പറയുന്ന വൈറ്റ് മണി തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണത്തിൻ്റെ പ്രശ്നം ഇതിനകത്തില്ല, കാരണം ഇത് വാങ്ങിച്ചതിന് കണക്കുണ്ട്, അതിന് ഞങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒരു ചോദ്യവും ഉയരാതിരിക്കുന്നത് ഇതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് മാത്രമാണ്. ശരിയായിരിക്കാം, ഇവർ ചെറിയ ജോലി, വലിയ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജോലി നിശ്ചയിക്കുന്ന ആരാണ്? കമ്പനി നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ഓഫീസ് തുറന്നു വെച്ച് അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ആ ജോലിക്ക് ഞങ്ങൾ ഇത്ര ശമ്പളം കൊടുക്കാൻ തയ്യാറാണെന്നേ, നിങ്ങൾക്കെന്താ കാര്യം എന്നായിരിക്കും കമ്പനി ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കോടതിയിനകത്ത് തെളിവുണ്ടാകുന്ന കാര്യമല്ല. പക്ഷേ നമ്മളുടെ കോടതിയിൽ, മനുഷ്യരുടെ കോടതിയിൽ, നമ്മളുടെ മനസ്സുകളിൽ ഒക്കെ നമുക്കറിയാം ഇത് തെറ്റായ മാർഗത്തിലൂടെ പണം ശേഖരിക്കൽ തന്നെയാണ്. ആ രീതിയിൽ ധാർമ്മികമായിട്ട് മുഖ്യമന്ത്രി മകൾ കുറ്റക്കാരിയാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ വലിയ രീതിയിൽ ബ്ലാക്ക് ലാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കറുപ്പടിച്ചതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതും വലിയൊരു പ്രശ്നമാണ്. അതൊരു ധാർമ്മികമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഇങ്ങനെ എന്തിനാണ് ഇത് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ചുമതല ഏൽപ്പിച്ചത് എന്ന ചോദ്യം ഉയർന്നു വരും. കാരണം ഈ പണം വാങ്ങാനായിട്ട് ഈ മാർഗമൊന്നും വേണ്ടല്ലേ, ഏത് രീതിയിലും പണം എന്ത് ചെയ്യാം, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വാങ്ങിക്കാം. പക്ഷേ എന്തിനാണ് മുഖ്യമന്ത്രി മകൾ വഴി ഈ പണം വൈറ്റായിട്ട് വാങ്ങിച്ചത്, വൈറ്റ് മണിയാക്കി വാങ്ങിച്ചത് എന്ന ചോദ്യമാണ് നാളെ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് പാർട്ടിക്കകത്തും ജനങ്ങളുടെ മുന്നിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ അതിന് മുമ്പായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. സ്വാഭാവികം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു അവമതിപ്പ് പാർട്ടിക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലേ? ശരിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ മുമ്പിൽ ഇത്തരം വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വരുന്നത്. ഒരുപാട് നാളായ ഒരു വിഷയമാണത്. അത് പക്ഷേ ഇപ്പോഴെങ്കിലും അവസാനിക്കാനായിട്ട് പോകുന്നില്ല. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിലും ഇത് വലിയ രീതിയിൽ കൊട്ടിക്കലാശ പോലെ കൊണ്ടാടപ്പെടും. അത് കഴിഞ്ഞ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ പൊളിറ്റിക്കൽ ന്യൂസായിട്ട് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ അവിടെ അത് കാര്യവും ബാധിക്കില്ല. കാരണം വെച്ചാൽ അതൊക്കെ ഓരോരോ പ്രദേശത്ത് ഓരോരോ വാർഡുകളെ മാത്രം കേന്ദ്രീകരിച്ച് വാർഡ് സ്ഥാനാർത്ഥിയുടെ സ്വഭാവം, പ്രാദേശിക വിഷയങ്ങൾ അതൊക്കെ കൂടി കലർന്നായിരിക്കും ആ തെരഞ്ഞെടുപ്പ് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണം എന്ന് പറയുന്നത് അഴിമതിക്കാരനായ കള്ളനായ മുഖ്യമന്ത്രിയെക്കുറിച്ചായിരിക്കും പ്രതിപക്ഷം നടത്തുക. പക്ഷേ അതിക്ക് മുന്നേ കേസുകളൊക്കെ വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ, കുറ്റവാളിയാണെങ്കിൽ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെടുകയോ ചെയ്യും. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കാത്തിരുന്ന് നമുക്ക് കാണാം. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിച്ചാൽ CPM-ന് നല്ലതായിരിക്കും, ചീത്തയായാലും നല്ലതായാലും. കാരണം എന്ന് വെച്ചാൽ ഒരു കാർമേഹം അങ്ങ് ഒഴിഞ്ഞു പോകും. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കട്ടെ, അതിന് പാർട്ടി എന്തിനാണ് അത് താങ്ങാനായിട്ട് നടക്കുന്നത് എന്ന ചോദ്യം ഉയർന്നേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.